2 ചേരുവകൾ മാത്രമാണ് ഇത് ആവശ്യമുള്ളത്. അതിനായിട്ട് 1 കപ്പ് നിറയെ വെളുത്ത എള്ളെടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ കറുത്ത എള്ളും എടുക്കാം. ഇപ്പം ഞാനിവിടെ വെളുത്ത എള്ളാണ് എടുത്തിട്ടുള്ളത്. എള്ളിൻ്റെ ഗുണങ്ങൾ നിങ്ങൾക്ക് അറിയാലോ. എള്ള് വളരെ അധികം ഗുണം ചെയ്യുന്നതാണ്. നമ്മുടെ തലമുടിയൊക്കെ വളരാൻ സഹായിക്കുന്ന ഒന്നാണ് എള്ള്. ഇനി നമുക്ക് പിന്നെ ആവശ്യമുള്ളത് ശർക്കരയുടെ പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഈ എള്ളിനേക്കാളും ഒരു ടേബിൾ സ്പൂൺ മാത്രം കുറവിലാണ് ശർക്കരൻ്റെ പൊടി എടുത്തിട്ടുള്ളത്. അതായത് തുല്യ അളവിൽ എടുത്തിട്ട് ഇതിൽ നിന്ന് 1 ടേബിൾ സ്പൂണ് മാറ്റിയെടുത്താൽ മാത്രം മതി ശർക്കരയുടെ പൊടിയാണെങ്കിൽ. അല്ലെങ്കിൽ ശർക്കര ഒരച്ചെടുത്താലും മതി. പൊടി കിട്ടുകയാണെങ്കിൽ അങ്ങനെ എടുത്താൽ മതി കേട്ടോ. ഇനി നമുക്ക് തുടങ്ങാം ഉണ്ടാക്കാനായിട്ട്. കടായി വെച്ചിട്ട് ചൂടാകുമ്പോഴത്തേക്കും നമുക്ക് ഇതിലോട്ട് എള്ളിട്ട് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിനൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. ചെറുതായിട്ടൊരു കളർ മാറുമ്പോൾ ഇതൊന്ന് പൊട്ടി തുടങ്ങും. അതുവരെ നമുക്ക് ഇതൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. വളരെ എളുപ്പത്തിൽ വീട്ടിൽ വെച്ചിട്ട് തന്നെ നല്ല സോഫ്റ്റായിട്ടാണ് ഞാനിപ്പോൾ റെഡിയാക്കുന്നുള്ളത്. തീർച്ചയായും നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. അങ്ങനെ നമുക്കിതൊന്ന് നല്ലവണ്ണം ഒന്ന് വറുത്ത് വരാം. അല്ലാതെ ബേക്കറിയിൽ നിന്ന് വാങ്ങുന്ന എള്ളുണ്ടക്ക് നല്ല ഹാർഡായിട്ടല്ലേ കിട്ടുക. അതുപോലത്തെ അല്ല ഇത്. എന്നാൽ കുറേ കാലം സൂക്ഷിക്കാൻ പറ്റുന്നതും കൈക്ക് ഒട്ടിപ്പിടിക്കാതെ നല്ല സോഫ്റ്റായിട്ട് ലഡുവാണ് ഞാൻ തയ്യാറാക്കുന്നുള്ളത്. ഈ സ്റ്റെപ്പ് നിങ്ങൾ ഒഴിവാക്കരുത്. തീർച്ചയായിട്ടും എള്ള് വറുക്കുക തന്നെ ചെയ്യണം. ഇപ്പോൾ കളറൊന്ന് ചേഞ്ചായിട്ട് നല്ലൊരു മണം വരുമ്പോൾ നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാം. ശേഷം നമുക്ക് ഇതേപോലത്തെ ഒരു വീതിയുള്ളൊരു പാത്രത്തിലോട്ട് ഇതിനെ മാറ്റി കൊടുത്തിട്ട് ഇതിൻ്റെ ചൂടെല്ലാം പോയി കിട്ടണം. അപ്പോൾ ഇങ്ങനെ ഒന്ന് ആക്കി കൊടുത്താൽ പെട്ടെന്ന് ഇതിൻ്റെ ചൂടെല്ലാം പോയി കിട്ടും. ആ പാനിലോട്ട് തന്നെ നമുക്ക് 1 ടീസ്പൂണ് നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് നല്ലവണ്ണം ഒന്ന് മെൽറ്റായി വരണം. ഇതിലോട്ട് എടുത്ത് വച്ചിട്ടുള്ള ശർക്കര പൊടി ഇട്ട് കൊടുക്കാം. ഒന്ന് മിക്സാക്കി കൊടുക്കാം ആദ്യം. ഇനി നമുക്ക് ഇതിലോട്ട് ആവശ്യമുള്ളത് 2 ടീസ്പൂൺ മാത്രം വെള്ളം ഒഴിച്ച് കൊടുക്കാം. ഈ നെയ്യെല്ലാം ഒന്ന് മിക്സ് ആയതിന് ശേഷം വേണം വെള്ളം ഒഴിച്ച് കൊടുക്കാനായിട്ട്. തീ ചെറുതായിട്ട് കുറച്ച് കൊടുക്കണം. ഇപ്പോൾ മിക്സായി വന്നിട്ടുണ്ട്. നമുക്ക് 2 സ്പൂണ് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അത്രയും മതി. ഈ വെള്ളത്തിൽ തന്നെ ഈ ശർക്കര മുഴുവനായിട്ട് ഒന്ന് അലിഞ്ഞ് കിട്ടണം. അതുവരെ നമുക്ക് ഇങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കാം. ശർക്കര ഇങ്ങനെ തിളച്ച് വരുമ്പോൾ നമുക്ക് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുക്കണം. എന്നിട്ട് നമുക്കൊന്ന് ഉറ്റിച്ച് നോക്കണം ഇത് കട്ടിയായോ എന്നറിയാൻ വേണ്ടിയിട്ട്. അതുവരെ ഇങ്ങനെ ഒന്ന് ഇളക്കിക്കൊണ്ടേയിരിക്കുക. നമുക്കിത് കട്ടിയായോ നോക്കാൻ വേണ്ടിയിട്ട് ഒരു ബൗളെടുക്കുക. അതിലോട്ട് ഒരു തുള്ളി ഉറ്റിച്ച് കൊടുത്തിട്ട് നമുക്ക് ഉടനെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ നല്ല കട്ടിയായിട്ട് ഇങ്ങനെ ഒരു വലിയുന്ന പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിലോട്ട് തീ ഓഫ് ചെയ്യാം. ഇതിലോട്ട് കുറച്ച് ഏലക്ക പൊടി ഇട്ട് കൊടുക്കാം. അപ്പോൾ ഞാൻ തീ ഓഫ് ചെയ്തിട്ടാണ് ഉള്ളത്. ഇനി നമുക്ക് ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂണ് ബേക്കിംഗ് സോഡ അത് കൂടി ഇട്ട് കൊടുക്കുക. ഇത് പെട്ടെന്ന് തന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം. അത് നമ്മൾ ലഡു സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ബേക്കിംഗ് സോഡ ചേർക്കുന്നുള്ളത്. ഇപ്പോൾ കണ്ടില്ല നല്ലൊരു കട്ടിയായിട്ടാണ് കിട്ടിയിട്ടുള്ളത്. ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ചിട്ടുള്ള എള്ളി ഇതിൽ പെട്ടെന്ന് തന്നെ ഇട്ട് കൊടുക്കാം. നല്ല പെട്ടെന്ന് ഇട്ട് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സാക്കി എടുക്കാം. പെട്ടെന്ന് തന്നെ ഈ ചൂടിലിട്ടിട്ട് മിക്സാക്കി കൊടുത്താൽ മതി. ഇങ്ങനെ ഉറക്കുന്നുണ്ടെങ്കിൽ ചെറിയ തീരിട്ട് പെട്ടെന്ന് തന്നെ ഇങ്ങനെ ഒന്ന് മിക്സാക്കി കൊടുത്താൽ നല്ലവണ്ണം അലിഞ്ഞ് ചേരും. അപ്പോഴാണ് നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്യാവുന്നത്. നല്ലവണ്ണം അലിഞ്ഞ് ചേർന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചെറിയൊരു പാത്രത്തിലോട്ട് കുറച്ച് നെയ്യ് തടവി കൊടുക്കാം. ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നെയ്യ് തടുന്നുള്ളത്. നമുക്കിങ്ങനെ കുറച്ച് പോർഷനാക്കിയിട്ട് മാറ്റി കൊടുക്കണം. അപ്പോൾ ഈ ഉണ്ട പിടിക്കാൻ എളുപ്പത്തിൽ കിട്ടും. അല്ലെങ്കിൽ ഇതൊന്നർപ്പാടെ ഒട്ടിപ്പിടിക്കും. അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നുള്ളത്. പെട്ടെന്ന് സ്പൂൺ വെച്ചിട്ട് ഇങ്ങനെ ആക്കി കൊടുത്താൽ മതി. ഇനി കുറച്ച് ചൂടാറുമ്പോൾ നമുക്ക് കയ്യിൽ കുറച്ച് നെയ്യ് തടവിയിട്ട് വേണം ലഡു പിടിക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ ലഡു പിടിച്ചിട്ടുണ്ട്. ഇളം ചൂടോടെ തന്നെ ലഡു ഇങ്ങനെ പിടിക്കണം. എന്നാലേ നമുക്ക് കറക്റ്റ് ഷേപ്പിൽ കിട്ടത്തുള്ളൂ. അപ്പോൾ ചൂടാറിയതിന് ശേഷം നല്ല സോഫ്റ്റ് ആയിരിക്കും ഈ ലഡു. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടമായാൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലുള്ള അടുത്തുള്ളവർക്ക് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്.